ഡാവിഞ്ചി റിസോൾവിൽ ഓരോ വീഡിയോസ് ആയിട്ട് കളർ ഗ്രേഡ് ചെയ്യാതെ ഒറ്റ കളർ ഗ്രേഡ് തന്നെ എല്ലാ വീഡിയോസിലും അപ്ലൈ ആവുന്ന രീതി കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിരുന്നു. അതിങ്ങനെയായിരുന്നു. നമ്മൾ എഫക്ട്സിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ സെർച്ച് ബാറിൽ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിപ്പ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എഫക്റ്റ് ഒന്ന് സെലക്ട് ചെയ്തേക്കുക. ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിപ്പ് നമ്മൾ വലിച്ചുകൊണ്ട് വന്ന് വീഡിയോയ്ക്ക് മുകളിൽ വെച്ചിട്ട് ഫുള്ള് എവിടം വരെയാണോ നമുക്ക് കളർ ഗ്രേഡ് വേണ്ടത് അത് ഫുള്ള് ഇത് എക്സ്പാൻഡ് ചെയ്ത് വെച്ചതിന് ശേഷം ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിപ്പ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ കളർ പേജിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിപ്പ് ഇവിടെ സെലക്ട് ആയിട്ടുണ്ടാവും. അതിൽ നമ്മൾ എന്ത് ചേഞ്ചസ്, ഞാൻ ഇവിടെ ടെമ്പറേച്ചർ ജസ്റ്റ് ഒന്ന് കൂട്ടുന്നു. അപ്പോൾ ഇവിടെ എന്ത് ചേഞ്ച് ചെയ്താലും അത് ഈ കാണുന്ന എല്ലാ വീഡിയോസിലും എഫക്റ്റ് ചെയ്യും. ഇങ്ങനെ നമ്മൾ പറഞ്ഞിരുന്നു. ഇതിന് മറ്റൊരു മെത്തേഡ് കൂടിയുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ വീണ്ടും ഇതൊന്ന് ഞാൻ ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിപ്പ് ഒന്ന് ഹൈഡ് ചെയ്യണേ. ഒന്ന് ഹൈഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ വീണ്ടും കളർ പേജിലോട്ട് പോവുകയാണ്. എന്നിട്ട് ഈ ഒരു ക്ലിപ്പ് സെലക്ട് ചെയ്ത് നമ്മൾ കളർ ഗ്രേഡ് ചെയ്ത് എന്ത് പറ്റും, ആ വീഡിയോയ്ക്ക് മാത്രമായിരിക്കും ആ ഗ്രേഡ് വരുന്നത്. പക്ഷേ നമ്മളിവിടെ നോഡിൻ്റെ ഈ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ തൊട്ട് മുകളിലായിട്ട് ക്ലിപ്പ് എന്ന് കണ്ടോ, ഈ ക്ലിപ്പിൻ്റെ ഇവിടെ ഈ ആരോ മാർക്കിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ടൈം ലൈൻ എന്ന് കാണാം. ഈ ടൈം ലൈനിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നോഡൊന്നുമില്ല, എല്ലാം മാഞ്ഞു പോയി അല്ലേ. നമ്മൾ ആൾട്ട് എസ് പ്രസ് ചെയ്താൽ ഒരു നോഡ് ഇവിടെ ക്രിയേറ്റ് ആവും. ഇനി നമ്മൾ ഈ ഒരു നോഡ് സെലക്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ എന്ത് കളർ ഗ്രേഡ് ചെയ്താലും കണ്ടോ, ഞാൻ ഇവിടെ ടെമ്പറേച്ചർ ഫുള്ള് ഒന്ന് കൂട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് കളർ ഗ്രേഡ് ഈ ഒരു നോഡിൽ ചെയ്താലും ഈ ടൈം ലൈനിലുള്ള എല്ലാ വീഡിയോസിലും അത് അപ്ലൈ ആവും. കണ്ടോ, നമ്മൾ നേരത്തെ ചെയ്ത അതുപോലൊരു മെത്തേഡ് തന്നെയാണ്. നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിപ്പൊന്നും ഇടാതെ ഇവിടെ തന്നെ ചെയ്യാൻ പറ്റും. ഇതിനൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോന്നായിട്ട് സെലക്ട് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പം ഞാൻ ഇതൊന്ന് ഡിലീറ്റ് ചെയ്യണേ. ഡിലീറ്റ് ചെയ്തിട്ട് നമ്മൾ എഡിറ്റിംഗ് പേജിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിപ്പ് ഉണ്ട്, അതൊന്ന് എനേബിൾ ചെയ്യുക. എന്നിട്ട് ഇവിടെയാണെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഈ ഒരു ക്ലിപ്പിന് ഈ കളർ വേണ്ട എന്നാണെങ്കിൽ ജസ്റ്റ് ഇതിനെ ഒന്ന് വലിച്ച് ഇങ്ങോട്ട് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്ലിപ്പിനകത്തുള്ള കളറങ്ങ് മായും. ഈ രണ്ട് ക്ലിപ്പിലേ പിന്നെ കളറുള്ളൂ. ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ആൾട്ട് ഞെക്കി പിടിച്ച് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കോപ്പിയും കിട്ടും. അതിവിടെ വലിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ക്ലിപ്പിലും ആ കളർ വരും, ഇതിൽ കാണില്ല. ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ കളർ ഗ്രേഡ് ചെയ്യാം. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിപ്പ് ജസ്റ്റ് കുറച്ചെങ്കിലും ഇങ്ങോട്ട് അങ്ങനെ ആയിപ്പോയി കഴിഞ്ഞാൽ, ഒരു വലിയൊരു വർക്കൊക്കെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് ഇങ്ങോട്ട് നീങ്ങിപ്പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നമുള്ളത്, നമ്മളിത് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നിന്ന് കണ്ടോ അത്രയും ഭാഗത്ത് ഈ ഒരു ഗ്രേഡ് അറിയാതെ വീണ് പോകും. നമ്മൾ ചിലപ്പോൾ അത് ശ്രദ്ധിച്ചെന്നുമല്ല, വലിയൊരു വെഡ്ഡിങ് വർക്കൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര ലെങ്ത് ഉണ്ടാവും. നല്ല ശ്രദ്ധിച്ച് ചെയ്യുന്നവർക്ക് ഈ ഒരു ബുദ്ധിമുട്ടില്ല, ഇതുപോലെ ചെയ്താൽ മതിയാവും. വളരെ സിമ്പിൾ പരിപാടിയാണ്. അല്ലാത്തവർക്ക് വേറൊരു മാർഗം കൂടിയുണ്ട് കേട്ടോ. ഈ ഇടയ്ക്ക് വേറെ ക്ലിപ്പുകൾ വന്നു കഴിഞ്ഞാൽ ഒരുമിച്ച് അതിൻ്റെ അപ്പുറം ഇപ്പുറമുള്ള ക്ലിപ്പുകൾ കളർ ചെയ്യാൻ വേറൊരു മാർഗം ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിപ്പ് ഒന്ന് ഡിസേബിൾ ചെയ്തിട്ട് തിരിച്ച് കളർ പേജിലോട്ട് വരിക. എന്നിട്ട് നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് രണ്ടും, ഈ രണ്ട് ക്ലിപ്പുകളും എന്താണ്, വേറെ വെഡ്ഡിങ്ങിനുള്ളതാണ്. ഇത് മൂന്നുമാണ്, ഈ രണ്ടെണ്ണവും ഈ ആദ്യം കിടക്കുന്ന ഒന്നുമാണ് സെയിം. അപ്പോൾ നമുക്ക് ഇത് മൂന്നും ഈ രണ്ടെണ്ണവും ഇതും കൂടി ഒന്ന് കളർ ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതൊക്കെയാണോ ആ ക്ലിപ്പുകൾ അത് നമ്മൾ കൺട്രോൾ ഞെക്കി പിടിച്ചിട്ട് ഓരോന്നായിട്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇത് മൂന്നെണ്ണം നമ്മളിപ്പോൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് ഇൻ ടു എ ന്യൂ ഗ്രൂപ്പ് എന്നിവിടെ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ഗ്രൂപ്പിനൊരു പേര് കൊടുക്കുക. നമുക്ക് എന്ത് കൊടുക്കാം, വെഡ്ഡിങ് 1 എന്ന് കൊടുക്കാം. ഞാൻ ഇവിടെ വെഡ്ഡിങ് 1 എന്ന് പേര് കൊടുത്തു. എന്നിട്ട് ഓക്കെ കൊടുത്തു. ഓക്കെ ഫൈൻ. ഇനി അതിൻ്റെ സെലക്ഷനൊക്കെ നമുക്കങ്ങ് മാറ്റാം. നമ്മളിനി ഈ ക്ലിപ്പ് എന്ന് പറഞ്ഞ് റൈറ്റ് സൈഡിൽ കൊടുത്തിരുന്നില്ലേ, ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടൈം ലൈൻ മാത്രമല്ല, അവിടെ നമുക്ക് ഗ്രൂപ്പ് പോസ്റ്റ് ക്ലിപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കൂടി വന്നിട്ടുണ്ട് അല്ലേ. അതിലൊന്ന് സെലക്ട് ചെയ്യുക. കണ്ടോ, അത് സെലക്ട് ചെയ്തപ്പോൾ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഗ്രൂപ്പ് ഇവിടെ ആയിട്ടുണ്ട്. കണ്ടോ, ഈ ഗ്രൂപ്പ് നമ്മൾ ഇനി എന്ത് കളർ ഗ്രേഡ് ചെയ്താലും എവിടെയൊക്കെ കളർ ഗ്രേഡ് ആവും, നമ്മൾ നേരത്തെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തില്ലേ ആ വീഡിയോസൊക്കെ കളർ ഗ്രേഡ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ, ഇത് മൂന്നും കളർ ഗ്രേഡായി, ഇതിലൊന്നും പറ്റിയിട്ടുമില്ല. അതുപോലെ തന്നെയാണ് ഇത് രണ്ടും അതുപോലെ ഗ്രൂപ്പ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിൾ പരിപാടിയാണ് ഇത്. നമുക്ക് വെഡ്ഡിങ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഗ്രൂപ്പിലൊക്കെ ചെയ്യുമ്പോൾ പല സിറ്റുവേഷനിലെടുത്ത ഗ്രൂപ്പുകളുണ്ടാവും. അതായത് ഇൻഡോറിലെടുത്ത ഗ്രൂപ്പുകളുണ്ടാവാം, ചിലപ്പോൾ ഔട്ട്ഡോറിലെടുത്ത ഗ്രൂപ്പുകളുണ്ടാവാം. അപ്പോൾ ആ ടൈമിൽ നമുക്ക് ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. നമ്മൾ ആ സമയത്ത് ഞാൻ നേരത്തെ കാണിച്ചതുപോലെ നമ്മൾ എഡിറ്റിംഗ് പേജിൽ പോയി കഴിഞ്ഞാൽ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിപ്പ് ഇട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ഒരു ബുദ്ധിമുട്ടുള്ളത്, നമ്മൾ ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിപ്പ് ഞാൻ പറഞ്ഞതുപോലെ കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ കയറി നിന്ന് കഴിഞ്ഞാൽ ആ ഒരു കളർ ഗ്രേഡ് അതിലോട്ട് വരാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കാതെ പോകും, നമുക്ക് പിന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടാകും കേട്ടോ. അതുകൊണ്ട്
ഇത് നോർമൽ വേ ആണ്, അതായത് ഒരു പ്രൊഫഷണൽ വേ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ചെയ്യുന്നതാണ്, ഞാൻ ഇപ്പോൾ കാണിച്ച പോലെയാണ്. അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്, അത് കുറച്ചുകൂടി റിസ്ക് ഉള്ളതാണ്, നമ്മൾ അത്രയും കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യണം. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരണമെന്ന് തോന്നി. ഇങ്ങനെ കുറച്ച് ഞാൻ എഡിറ്റിങ്ങിൽ ഉപയോഗിക്കുന്ന കുറച്ച് ടിപ്സുകൾ നിങ്ങൾക്ക് ഇങ്ങനെ ഓരോന്നായിട്ട് ഷെയർ ചെയ്ത് തരാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ, അടുത്തൊരു വീഡിയോയിൽ നമുക്കത് തീർക്കാം. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.